ഓരോ പ്രാവശ്യവും ഓരോ കപ്പലിന് വേണ്ടിയും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പോയി സംസാരിക്കുകയാണ് അവിടെ. അതാണ് ഇറാൻ്റെ തന്ത്രം. അത് ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സെലക്റ്റീവായി ചില രാജ്യങ്ങൾക്ക്. ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഇറാൻ ചെയ്തൊരു കാര്യം, ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കില്ല, പകരം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും എംബസി ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കും, എങ്കിൽ നിങ്ങളുടെ രാജ്യം ആക്രമിക്കില്ല എന്നൊരു കഴിഞ്ഞ ആഴ്ച ഒരു പ്രഷർ കൊടുക്കുകയാണ്. അതുപോലെയാണ് ഇവിടെയും. ഇന്ത്യയോട് ഈ കാര്യം പറയുന്നു. മറ്റ് പല രാജ്യങ്ങളും ഇതിപ്പം അവിടെ വിദേശകാര്യമന്ത്രിക്ക് ഇരിക്കാൻ വയ്യ, നാട്ടുകാർ മുഴുവൻ ഫോൺ ചെയ്യണം, എല്ലാവരുടെയും കപ്പലിരിക്കുകയാണ്, എല്ലാവർക്കും ക്രൈസിസാണ്, എല്ലാവർക്കും LPG കടന്നു കിട്ടണം. അങ്ങനെ ഇരിക്കെ ഇന്ത്യൻ സർക്കാർ അടക്കമുള്ളവർ ഓരോ പ്രാവശ്യം ഓരോ കപ്പലിന് വേണ്ടിയും യാചിക്കുന്നു. തിരിച്ചെന്തായിരിക്കും ഇറാൻ പ്രതീക്ഷിക്കുക? ഇറാൻ വളരെ അവർക്ക് ആവശ്യമുള്ള ലിവറേജ് നടത്താൻ ശ്രമിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വർഷം ആദ്യം ഇറാൻ്റെ 3 കപ്പലുകൾ ഇന്ത്യ പിടിച്ചെടുത്തിരുന്നു. അത് അമേരിക്കയുടെ വിലക്കുള്ള പുറത്ത് പോയി എണ്ണ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ കപ്പലുകളാണ് ഇതെന്ന് പറഞ്ഞാണ് ഇന്ത്യ പിടിച്ചെടുത്തത്. അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ബോംബെയിൽ തടവിലാണ്. അവരുടെ കാര്യത്തിൽ ചില ചർച്ചകൾ നടന്നതായി പറയപ്പെടുന്നു. അത് ശരിയായാലും തെറ്റായാലും ഒരു കാര്യം ഇന്ത്യ ചെയ്തു. ഇന്ത്യൻ നാവിക സൈനിക അഭ്യാസം വന്ന 3 കപ്പലുകൾ ഒരെണ്ണമാണ് മുങ്ങിപ്പോയത്, ഒരെണ്ണം ശ്രീലങ്കയിലുണ്ട്, മൂന്നാമത്തേത് കൊച്ചിയിലുണ്ട്. ഈ 13-14 ദിവസങ്ങളിൽ 13-ാം തീയതി 14-ാം തീയതിക്കും ഇടയ്ക്ക് ഈ കപ്പലുകൾക്ക് അനുമതി കൊടുത്ത മിനിഞ്ഞാന്ന് ഒരു കാര്യം കൂടെ സംഭവിച്ചു. ആ കപ്പലുണ്ടായിരുന്ന 183 നാവികരും ഇറാനിയൻ നാവികരും കൊച്ചിയിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റ് വഴി ഇന്ത്യ വിട്ടുപോയി. അവരെ പോകാൻ അനുവദിച്ചു. ഇതായിരുന്നിരിക്കണം ലിവറേജ്. ഇങ്ങനെ ഓരോ കപ്പൽ കടന്നു പോകുന്നതിനും ഓരോ പ്രാവശ്യം ഓരോ ലിവറേജുകൾ, ഓരോ തരത്തിലുള്ള ആവശ്യങ്ങൾ ചോദിക്കും. അത് ഇന്ത്യയോട് മാത്രമല്ല, ഓരോരുത്തരോടും ചോദിക്കും. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം യെസ്, ആ കപ്പൽ പോട്ടെ എന്ന ഒരൊറ്റ നിർദ്ദേശം പോയാൽ ആ കപ്പൽ പോകും. പക്ഷേ അതിന് ഇറാൻ ചോദിക്കുന്ന വില അതിഭീകരമായിരിക്കും. ഇന്ന് ചോദിക്കുന്ന വിലയായിരിക്കില്ല അടുത്ത ആഴ്ച ചോദിക്കാൻ പോകുന്നത്. കാരണം അത്രയും വലിയ ക്രൈസിസ് ലോകത്ത് കൂടും. അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയും ജനങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളും പട്ടിണിയും ഇന്ധനം വരാത്തതുകൊണ്ടുള്ള മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതനുസരിച്ചുള്ള സമ്മർദ്ദമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചോളം എന്താണ് പ്രശ്നം? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പെട്രോളായാലും ഡീസലായാലും, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കാര്യത്തിൽ നമുക്ക് 40 രാജ്യങ്ങളിൽ നിന്ന് ഈ സാധനം വാങ്ങിക്കാനുള്ള സംവിധാനമുണ്ട്. 40 രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങാൻ ട്രംപ് സർക്കാർ കനിവ് നിന്നുകൊണ്ട് അത് പോയി വാങ്ങിക്കാം. അത് വാങ്ങിച്ച് തുടങ്ങിക്കഴിഞ്ഞു. മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും പ്രൊക്യൂർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രധാനമായും ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയല്ല ഇന്ത്യയുടെ പെട്രോളിയം ആവശ്യങ്ങൾ നിർവഹിക്കുന്ന കപ്പലുകൾ വരുന്നത്. പക്ഷേ LPGയുടെ കാര്യത്തിൽ അങ്ങനല്ല. LPGയിൽ 40% 45% നമ്മൾ ആഭ്യന്തര ഉൽപ്പാദനമാണ്, ബാക്കിയാണ് പുറത്തുനിന്ന് വരുന്നത്. ആ പുറത്തുനിന്ന് വരുന്നതിൽ 80% ഹോർമൂസ് കടലിടുക്ക് വഴി ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നമ്മൾ കൊണ്ടുവരുന്നതാണ്. ഇത് മാത്രമല്ല, ഇന്ത്യയുടെ ഈ LPG റിസർവ് വെറും 2 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ സർക്കാരിൻ്റെ ഡിസൈൻ ഇപ്പോൾ നമുക്ക് രണ്ടിടത്താണ്, ബാംഗ്ലൂരിലും മറ്റൊരു സ്ഥലത്തുമാണ് ഈ റിസർവ് വെച്ചിരിക്കുന്നത്. ആ റിസർവ് 2 ദിവസത്തേക്കേ ഉള്ളൂ. ഇന്ത്യയുടെ പെട്രോളിയം ശേഖരം പക്ഷേ അതിലും വലുതാണ്. അത് ഇന്ത്യയുടെ ഒരു ഡിസൈൻ, ഈ സാധനം വരിക, ഉപയോഗിക്കുക, വീണ്ടും വരിക, അങ്ങനെ ഒരു റിസർവ് സംവിധാനത്തിലല്ല ഇന്ത്യ LPGയെ ഡിസൈൻ ചെയ്തത്. ഇങ്ങനൊരു ക്രൈസിസ് മുന്നിൽ കണ്ടിട്ടുണ്ടാവില്ല. പല രാജ്യങ്ങൾക്ക് ഈ പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് പെട്രോളിൻ്റെ കാര്യത്തിൽ തൽക്കാലം പ്രതിസന്ധിയില്ല. പക്ഷേ LPGയുടെ കാര്യത്തിൽ നമ്മുടെ കൊരവള്ളിക്ക് കുത്തിപ്പിടിച്ചിരിക്കുന്നത് പോലെയാണ് സ്ഥിതി. ഒരു ദിവസം 1.5 ദിവസത്തെ റിസർവ് വെച്ച് എങ്ങനെ ഓടാൻ പറ്റും? ഇതാണ് പ്രശ്നം. ആ പ്രശ്നത്തിൽ ഇറാൻ പരമാവധി മുതലാക്കും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതാണ് സ്ഥിതി.